പറയും. കാരണം ഇത്രയും പ്രായത്തിൽ ഞാൻ പോയല്ലോ. പൊതുവെ എനിക്ക് മുട്ടുവേദന, കാലുവേദന, പല പ്രശ്നങ്ങളുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷേ എനിക്ക് പോകണമെന്നുള്ള ആഗ്രഹം തോന്നി. അതുപോലെ തന്നെ മറ്റാളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും. ആജറ, സഫിയ, നസീമ, സക്കീന, നിങ്ങളൊക്കെ വീട്ടിലിരുന്ന മക്കളെ. എന്താ രസം, എന്താ ഞാൻ റിച്ചുവിൻ്റെ കൂടി വന്നിട്ട് അടിപൊളിയല്ലേ, വന്നടി മക്കളെ. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മുത്തുമുന്നേർക്ക് സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമല്ലേ? അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടില്ലേ? പുളിമൂട്ടിൽ നബീസ താത്ത ഹാപ്പിയാണ്. ആളിപ്പോഴാണ് ചെറുപ്പക്കാരിയായതല്ലേ. ഇപ്പോൾ പറയുന്നത് 16 വയസ്സാണെന്നാ. അപ്പോൾ വളരെ വളരെ ഹാപ്പി ആയിട്ടാണ് ഒറ്റയ്ക്ക് പോയിട്ട് എൻജോയ് ചെയ്ത് മണാലി ട്രിപ്പ് പോയിട്ട് ഇടിച്ച് പൊളിച്ച് വന്ന ആളാണ്. എന്തായാലും നമുക്കൊന്നും ആകെ അടിച്ചിട്ടുണ്ടാവില്ല. എന്നിട്ട് പറയണേ ഞാൻ ഇനിയും പോകുന്ന. അപ്പോൾ അതൊക്കെ കണ്ട് പഠിക്കണം എന്നാണ് പറയുന്നത്. 10 സെൻറ്റ് ഉണ്ടെങ്കിൽ അത് 2 സെൻറ്റ് ഇട്ടിട്ടാണെങ്കിലും മക്കളിങ്ങനെയൊക്കെ പോകണം. അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ജീവിതത്തിൽ. കുറേ സ്വത്തുക്കളും മുതലുകളൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ബാങ്കിൽ നിറച്ച് വെച്ച് കുറേ കടങ്ങളും ബാധ്യതകളും അത് തീർത്ത് അതിൻ്റെ പിന്നാലെ നടന്ന് പ്രാരാബ്ദങ്ങളും ഇതും പറഞ്ഞിട്ട് കണ്ണീരും ഒഴുക്കി ഒരു മൂലക്കലിരുന്നിട്ട് രോഗങ്ങളും ബാക്കി ഉണ്ടാവും. പിന്നെ ബാക്കി കുറേ സ്വപ്നങ്ങളും ഉണ്ടാവും കയ്യിൽ. വേറെ ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മളെന്താ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മളാണ്ട് കൊണ്ടുപോവുകയും ചെയ്യും. അത്ര തന്നെ ഉള്ളൂ. നന്മകൾ ചെയ്യണം, നല്ലത് കാണണം, നല്ലത് കേൾക്കണം, നല്ലത് ചിന്തിക്കണം, അല്ലേ, നല്ലത് കഴിക്കണം. ഇതൊക്കെ ഹൈറാണ്. ഇതൊക്കെ നന്മൻ്റെ ഭാഗം തന്നെയാണ്. നല്ല കാഴ്ചകൾ കാണാൻ കണ്ണിന് ഭാഗ്യം ഉണ്ടാവണം, നല്ലത് കേൾക്കാനും ചെവിക്ക് ഭാഗ്യം ഉണ്ടാവണം, നല്ലത് പറയാനും നാവിന് ഭാഗ്യം ഉണ്ടാവണം. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സുഹൃത്താണ്, അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവമാണ് നബീസ താത്താക്കും കിട്ടിയത്. കുറേ കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ അനുഭവിച്ച് നബീസ താത്ത ഇന്ന് ഹാപ്പിയാണ്. അപ്പോൾ എന്താ പറയുക, ആ എനർജി ഒരു വർഷത്തോളം നിൽക്കും. ആ ഒരു പോക്ക് പോയി വന്നതിൻ്റെ എനർജി അത്രയും അടിച്ച് പൊളിച്ചിട്ടുണ്ട് അല്ലേ. ബാക്കിയൊന്ന് കണ്ടു നോക്കിയാൽ നമുക്ക്. മണാലി യാത്ര അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ പ്രതീക്ഷിക്കില്ല ഞാനിങ്ങനെ മണാലി പോകുമെന്നും ഒരു യാത്ര ചെയ്യുമെന്നും നിങ്ങളൊക്കെ മുന്നിൽ നിന്നിട്ട് ഇങ്ങനെ എനിക്ക് സംസാരിക്കാൻ കഴിയുമെന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളെ മുന്നിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ പറയുന്ന പേരുകളൊക്കെ സുഹൃത്തുക്കളാണോ? അടുത്ത അയൽവാസികളും സുഹൃത്തുക്കളും തന്നെ. അവരെന്താണ്, അവർ ഈ യാത്ര പോകുമ്പോൾ ഉമ്മ അവരെ വിളിച്ചിരുന്നോ വരണമെന്ന് പറഞ്ഞാൽ? എന്താ ഇതിൽ അവരുടെ പേര് പറയാനുള്ള കാരണം എന്താ? പെട്ടെന്ന് നമ്മളെ അടുത്ത എന്താന്നല്ല നോക്കുക, സ്വന്തം ബന്ധുക്കളിയാന്നല്ല നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് പോലെ അങ്ങ് പറഞ്ഞു മാത്രം. ഓരോട് പറഞ്ഞിക്ക് ഞാനിങ്ങനെ ഒരു മണാലി യാത്ര പോകുന്നുണ്ട് എന്ന് പറഞ്ഞിക്ക്. ഓരോ ഓർമ്മ വന്ന് അപ്പം പെട്ടെന്ന് ഓലോട് പറഞ്ഞു പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവരും വരണം എന്നുള്ള ആഗ്രഹം പറഞ്ഞിരുന്നു. നല്ല ഓലി ഞാൻ പറഞ്ഞു ഓരോട്, ഞാൻ പോയിട്ട് അടുത്ത സ്ഥിതികളെല്ലാം എന്താന്ന് നോക്കിയിട്ട് വൈകുന്നേരം എന്ത് ചെയ്യുക, നിങ്ങളും ഉമ്മക്ക് പിന്നെയും പോകാമല്ലോ. ഞാൻ പറഞ്ഞു എന്താ ഇനിയിപ്പം ഞാൻ എന്താ ഓലോട് പറയാനോ, നമ്മൾ 10 സെൻറ്റ് 2 സെൻറ്റ് വീട്ടിട്ടാലും വേണ്ടിയില്ല. ഇങ്ങനത്തെ ഒരു യാത്ര ചെയ്യണം നമ്മൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യണം. അപ്പം എന്തായാലും എല്ലാവരും വിശദത പറഞ്ഞ മാതിരി 2 സെൻറ്റെങ്കിലും വിട്ടിട്ട് എൻജോയ് ചെയ്യാൻ നോക്കി. അതേ നമുക്ക് ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്കും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എനിക്കും ഇങ്ങനെ പോകാനൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താ ചെയ്യാലേ, സന്ദർഭ സമയമൊക്കെ ഞമ്മക്കും എത്തിക്കാരം. അപ്പോൾ പോവാം. അപ്പോൾ വേറൊരു വീഡിയോസുമായി കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, അസ്സലാമു.